രാമുണ്ണി ഏത് ക്ലാസ് വരെ പഠിച്ചു? 7ാം ക്ലാസ് വരെ. രാമുണ്ണി എന്നോടൊന്നിച്ച് വരുന്നു. എന്റെ കയ്യിൽ ടിക്കറ്റ് ഇല്ല അല്ലേ? സാരമില്ല, നമുക്ക് അടുത്ത സ്റ്റേഷനിൽ വാങ്ങിക്കാം. ഇത് സ്കോച്ചാണ്. വിസ്കി ഇതിനു മുമ്പ് കുടിച്ചിട്ടില്ലേ? ഞാൻ ഉണ്ട്. ഇതല്ല, കള്ള്. രണ്ടും ഒന്ന് തന്നെ. ലഹരി. സംഗമം രാസലാസലീല പ്രതീതം രാഗം താനം പല്ലവി രാവിൽ നിലവിൽ മധുമാദ കുസുമം അരികിൽ ചിത്രശലഭം മധുമാദ കുസുമം അരികിൽ ചിത്രശലഭം സുഖം തിരയും ചിറകിണകൾ തേൻ കണം നുകരുകയായി മഞ്ഞിൽ കുളിരിൽ രാവിൽ ശിരകൂട ചഷകം നിറയും സ്വർഗനിമിഷം അതിലൊഴുകും സുരലഹരി നിർവൃതിയേകുന്നു വീണ്ടും വീണ്ടും രാവിൽ
ഞാൻ കുടിച്ച് ബോധമില്ലായിരുന്നു. മേലിൽ കുടിക്കില്ലെന്നും ബോധമറ്റ് പ്രവർത്തിക്കില്ലെന്നും രാമുണ്ണിക്ക് ഉറപ്പുണ്ടോ? ഉണ്ട്. നമുക്കിറങ്ങേണ്ട സ്റ്റേഷൻ എടുത്തു. No, by train. വേലയൻ, വേലയൻ, എന്താ? നീ ഏതാ? ഞാൻ രാമുണ്ണി. എന്താ അവിടെ കാര്യം? ഒരു ജോലിക്ക്. ജോലിയോ? കടന്നു പോവാൻ. നിൽക്കൂ, അവിടെ നിൽക്കൂ. ഇവൻ എവിടെയും പോയില്ല, ഇവിടെ താമസിക്കും. മോളുന്നുള്ള ഉത്തരവാണ്. ഈ വീട്ടിലെ ചങ്ങലക്കിടാത്ത പട്ടിയാണ്. സ്ഥലം കിട്ടിയാൽ ആരും കടിച്ചു കയറും. പേരെന്തെന്നറിയോ? വീരയ്യൻ. വീരത്തുള്ളൂ, അയ്യത്തില്ല. എനിക്ക് രണ്ടുണ്ട്, വേലയും അയ്യത്തും. അതാണ് ഞാൻ വേലയില്. അല്ലേ? ഭൂമിയിൽ നോക്കി നടക്കണോ? വാ. നീ ഇവിടെ താമസിക്കാൻ പോകുന്ന ആളല്ലേ? ഇങ്ങനെ പലതും കേൾക്കും, കാണും. ശ്രദ്ധിക്കും. കള്ളന്മാരെയും കൊലപ്പുള്ളികളെയും ജയിലിലേക്ക് അയക്കുമ്പോ കോടതി ഇന്ന മുറി എന്ന് വിധിക്കാറില്ല. പക്ഷെ ഇവിടെ പറഞ്ഞു ഇതാണ് തടവറ. പഴുതുകാലിച്ച് ചോദിക്കോ? എന്താ പേര് മറന്നുപോയി? രാമുണ്ണി. അത് മാറും. ഇന്നോ നാളെയോ രാമുണ്ണിയുടെ ഉള്ളി ഇങ്ങോട്ട് എടുക്കും, എന്നിട്ട് ഈ അങ്ങോട്ട് വെക്കും. അപ്പൊ എന്തായി? രാമയ്യൻ. എന്തിനാ പേര് മാറ്റുന്നത്? അതൊന്നും എന്നോട് ചോദിക്കരുത് പൊന്നു മോനെ. അതെല്ലാം ജയന്തി അമ്മയുടെ ക്രിയകളാണ്. ഇവിടുത്തെ ഡ്രൈവർ വീരരാഘവൻ വീരയിനെ, ഈ വേലപ്പൻ വേലയിനെ. ഇവിടുത്തെ പട്ടി ഉണ്ടല്ലോ, അതിനെ എസ്റ്റേറ്റിൽ നിന്ന് കൊണ്ടുവരുമ്പോ ടൈഗർ എന്നാണ് വിളിച്ചിരുന്നത്. ഇതല്ലേ പേരല്ലേ? അതിപ്പോ ടയ്യൻ. അങ്ങനെ ആദ്യ പേര്, പിന്നീട് സ്വഭാവം, ഒടുവിലാവുമ്പോ നമ്മുടെ ശരീരം തന്നെ അങ്ങോട്ട് മാറും. മോനെ, തെറ്റ തള്ള കണ്ടാൽ പോലും തിരിച്ചറിയില്ല. എന്തിനാണ് ഏറെ പറയുന്നത്? ഈ ഞാൻ തന്നെ ഇവിടെ വരുമ്പോ എന്തൊരു കളറായിരുന്നു, ചുവന്ന് അങ്ങനെ ചുവന്ന് ആപ്പിൾ പോലെയായിരുന്നു. കണ്ട പൂവമ്പഴം പോലെ ഇരുന്നു. ഇപ്പൊ ഞാൻ പൂവമ്പഴത്തിന്റെ തൊലി ഉണങ്ങിയതുപോലെ. നീ പാതാള ഭൈരവി കണ്ടുള്ളൂ? സിനിമ ഇല്ല. ഭൂതത്തിന്റെ കഥയാണ്. അതുപോലൊരു ഭൂതത്തിന്റെ കഥ തന്നെയാണ് ഇവിടെയും നടക്കുന്നത്. പക്ഷെ ഒരു കാര്യം, ആരാണ് ഭൂതം, ആരാണ് മനുഷ്യന് തിരിച്ചറിയില്ല. ഭൂതമായാലും മനുഷ്യനായാലും ഇതിനകത്ത് പെട്ടവരാരും തിരിച്ചു പോയില്ല. നമുക്ക് പേടിയൊന്നുണ്ട്? ഇല്ല. മിടുക്കൻ. എന്നിട്ട്
അങ്ങോട്ട് ഇല്ലടോ. എന്താണ് ചെയ്യുന്നത്? ഒന്നുമില്ല. നിനക്ക് ഒരു ശവപ്പെട്ടി ഉണ്ടാക്കാൻ എത്ര മരം വേണ്ടി വരും നോക്കിയാലും. നടക്കടോ നടക്കടോ. ഇവിടെ ഒന്ന് അങ്ങോട്ടൊന്ന് വരണ്ട. മുത്തയ്യ ഞാനാ. പിന്നെ ഇവനൊരു ബെഡ് കോഫി കൊടുക്കണം. പിന്നെ ബെഡ് കോഫി ചായ ആയിട്ടോ കാപ്പി ആയിട്ടോ അതെങ്ങനെ വേണമെങ്കിൽ നീ കഴിച്ചോ. പിന്നെ കഞ്ഞി അതൊന്നും ഇവിടെ കിട്ടില്ല. കാരണം മുത്തയ്യക്ക് നാടൻ പലഹാരം ഉണ്ടാക്കാൻ അറിയില്ല. കേട്ടോ, ഇറച്ചി മീനൊന്നും കഴിക്കില്ല. വെറും പച്ചക്കറി, അതും പച്ചയോടെ. പിന്നെ കോഴിമുട്ട, അതൊരു 10-5 കഴിക്കും. നീ ഒരു കാര്യം ചെയ്യും, നീ കുളിച്ച് റെഡി ആയിട്ട് വിടുന്നു. ഞാൻ ഡ്രസ് എടുത്തു തരാം. മുത്തയ്യ അല്ല അവിടെ നിന്ന് പോരാ. എങ്ങോട്ടാ? അകത്ത് പോ. ഇല്ലേ? അവളെ പിടിക്കൂ, ഇല്ലെങ്കിൽ അവളെന്നെ കൊല്ലും. എന്റെ ഡാഡിയെ കൊന്ന പിശാച്. നിനക്ക് വേണ്ടി എന്റെ സ്വത്തല്ലേ? എടുത്തോളൂ, എന്നെ വെറുതെ വിട്ടേക്കൂ. ഇല്ലെങ്കിൽ കൊണ്ടുപോവളെ. നീ എന്താ അവിടെ നിൽക്കുന്നത്? പോവട്ടെ.